വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ചർച്ച ബിഗ് ബോസ് ബിഗ് ബോസ് 7ന്റെ പണി, 7ന്റെ പണി എന്നാണ് ലാലേട്ടൻ്റെ ഈ ഒരു ലോഞ്ച് പറയുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 3-4 സീസണേക്കാളും ഇപ്പം ഇതിൽ വന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു വളരെയധികം കാസ്റ്റിംഗ് ഒക്കെ വളരെയധികം പരാജയം എന്ന് പറയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു 1-2 പേര് മാത്രം. ഇപ്പം തന്നെ ഒരു 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. 4ാമത്തെ എപ്പിസോഡ് തന്നെ എന്തിനു വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന ഒരു കൂട്ടം, അല്ലെങ്കിൽ എന്താ പറയാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറച്ചൊന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ തോന്നുന്നു. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ ഉള്ള ഓരോ ആൾക്കാർ എന്തൊക്കെയാണ് അവർ ബാക്കിയുള്ള ഇപ്പോൾ ഷോയ്ക്ക് വരുന്ന മുമ്പ് ഷോയിൽ അകത്തായിട്ട് അവർ ഒരു ക്യാരക്ടർ ചേഞ്ച്. അപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ പറയാം, അനീഷ്. ആരാണ് ഈ അനീഷ്? ആരാണ്? അതായത് ഈ മൈജിയിലെ ഒരു മാസം മുമ്പ്, ഒരു 2 മാസം മുമ്പ് അവിടെ ഒരു വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഈ ഷോപ്പ് ചെയ്യുന്ന കസ്റ്റമറെ ഒരു തുണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരാളെ അവർ ഇതിലേക്ക്, കാര്യം മൈജി ആണല്ലോ ഇപ്പോൾ ഉള്ള ഈ ബിഗ് ബോസിൽ സ്പോൺസർ ചെയ്യുന്നത്, അപ്പോൾ ഇതിലുള്ള ഒരാളെ ഇതിലേക്ക് അവർ എൻട്രി കൊടുക്കുന്നു. അങ്ങനെ കിട്ടിയ ആളാണ് അനീഷ്. പക്ഷെ പുള്ളി വന്നപാടെ പുള്ളി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, പുള്ളി ഒരു സർക്കാർ എംപ്ലോയി ആണ്. പുള്ളി ഇപ്പം അതിൽ നിന്ന് ലീവ് എടുത്താണ് ഇപ്പോൾ ഇതിൽ വന്നത്. പക്ഷെ പുള്ളി ഇതിൽ വന്നപ്പോൾ തന്നെ വ്യക്തമായ ഒരു സ്ട്രാറ്റജി കൊണ്ടാണ്. ആദ്യമേ തന്നെ അനു വന്നപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു വ്യക്തമായ ഒരു ഒറ്റയ്ക്കാണ് ഞാൻ ആ ഒരു നിലപാട് തന്നെയാണ് സംസാരം. ഇപ്പം നമ്മൾ കണ്ട ഒരു 4-5 എപ്പിസോഡിലും എല്ലാവരെക്കാളും കൂളായിട്ട് ഫയർ ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളി എന്തോ ഇതിൻ്റെ 2 സീസൺ മുമ്പുള്ള നമ്മളെ ഈ രജിത് കുമാർ സാറിനെ പോലെ സിംഗിൾ ആർമിക്ക് ഉള്ള ഒരു ഗെയിമായിട്ടാണ് പുള്ളിയുടെ പ്ലേ. ഇനി ബാക്കി കണ്ടറിയാം. അപ്പോൾ ഇനി അടുത്ത ആള് അനുമോൾ. നമ്മൾ സീരിയലിലും നമ്മൾ ഈ സ്റ്റാർ മാജിക്കും കാണുമ്പോഴത്തെ ഒരു കുട്ടിത്തരവും ചെറിയൊരു എന്താ പറയാൻ ഒരു എന്തെങ്കിലും പറയാൻ പെട്ട ഇമോഷണൽ ടൈപ്പാണ്. പക്ഷെ ഇതിൽ വലുതായിട്ട് അത് കാണാൻ പറ്റിയില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി അറിയാൻ പറ്റും എന്താണെന്നുള്ള ഇനി റിയൽ ആയിട്ടുള്ള അനുമോൾ ക്യാരക്ടർ. ഇനി അത് കഴിഞ്ഞ ആര്യൻ. ഈ ആര്യനെ കൊണ്ടുവന്നത് ഈ ബിഗ് ബോസ് എപ്പിസോഡിലും ഒരു ലവിന് വേണ്ടി അവർ തന്നെ 1-2 ആൾക്കാരെ അവർ കണക്ട് ചെയ്യും. ഓൾറെഡി അവർക്കറിയാം ഇന്ന ഉള്ള ക്യാരക്ടർ. ഈ ആര്യൻ എന്ന് വെച്ചാൽ ഒരു മോഡലിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പുള്ളി ഇതിൽ 3-4 ദിവസം പുള്ളിയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അറിയാൻ പറ്റിയില്ല. എന്നാലും ഒരു ലവ് ട്രാക്കിന്റെ ഒരു സംഭവമായിട്ടാണ് പുള്ളിനെ എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത് വരുന്നത് കലാഭവൻ ഷാരിക. ആരാണ് ഈ ഷാരിക? ഇത് നമ്മളെ മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് ഒത്തിരി അധികം സ്റ്റേജ് പരിപാടിയും ഒത്തിരി അധികം എന്താ പറയാ, നമ്മളെ സുബി ചേച്ചി, പിന്നെ അങ്ങനെ ഒത്തിരി പേര്, സസ്നി ചേച്ചി, ഇവരുടെ കൂടെ ഒത്തിരി ക്യാരക്ടർ ചെയ്തതും കുറച്ച് സീരിയൽ ചെയ്ത ആളാണ് ഈ ഷാരിക. ഈ ഷാരിക ഇതിൽ വന്നിട്ടും പുള്ളിയുടെ ഏതാണ് ഇതിലുള്ള ട്രാക്കൊന്നും മനസ്സിലാവണില്ല. ഇനി കണ്ടറിയാം. ഇനി അടുത്ത് ബിഗ് ബോസിന്റെ എടുത്ത് പറയുന്ന ഒരാളാണ്. ആദ്യമായിട്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ, ഹിസ്റ്ററിയിൽ 2 ലെസ്ബിയൻ കപ്പിൾസ് വന്നിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു 7 സീസണിൽ ഇതുവരെ കാണാത്തൊരു ഇതാണ്. എന്തായാലും കൊള്ളാം. കാര്യം എല്ലാവരെയും ഒരു കോർത്തിണയിക്കൊണ്ടുള്ളൊരു ഷോയിലാണല്ലോ ഈ ഒരു പുതിയ ഒരു ആൾക്കാരും കൊണ്ടുവരുന്നത്. അപ്പം എന്തായാലും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആശയം ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ അവരായുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളൊന്നും ഇത്ര ദിവസത്തെ എപ്പിസോഡിലൊന്നും കാണാൻ പറ്റില്ല. ഇനി ബാക്കി കണ്ടറിയാം. ഇനി അടുത്ത് അക്ബർ ഖാൻ. അതിപ്പോൾ എല്ലാ സീസണിലും ഒരു പാട്ട് പാടാൻ വേണ്ടി ഒരു ഗായകൻ, ഇപ്പോൾ സോമദാസ്, അതേപോലെ പല സീസണിലും പല ആൾക്കാരും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആരിസ്റ്റോ സുരേഷ്, അതേപോലെ ഈ സീസണിലുള്ള അക്ബർ ഒരു ഗായകനാണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ക്യാരക്ടറും പുള്ളിയുടെ കുറച്ചും കൂടി ഒരു ഫയറിങ്ങും 1-2 എപ്പിസോഡ് കാണാൻ സാധിച്ചു. ഇനി അടുത്ത് RJ ബിൻസി. ആരാണ് ഈ ബിൻസി? എനിക്കറിഞ്ഞൂടാ. RJ ഏതെങ്കിലും ഒരു FM-ൽ RJ ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും പുള്ളിക്കാരിയുടെ ഒരു റോളും ഇതിൽ നിന്നൊന്നും മനസ്സിലാൻ പറ്റിയിട്ടില്ല. വാച്ചൻസി. ഇനി അടുത്ത് ഒനിയൻ
സാബു അല്ല, ഒനിയൽ സാബു. ഇതിലുള്ള ഒത്തിരി പേര് മാറി മാറി ഒനിയൽ സാബു അല്ലേ, ഒരു വെറൈറ്റി ഒനിയൽ സാബു. പുള്ളി ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് അറിയാത്ത ആളെ പറ്റി ഒന്നും നമ്മള് ചുമ്മാ പറയാനും പാടില്ലല്ലോ. പിന്നെ പുള്ളിയുടെ സ്ട്രാറ്റജിയും ഒക്കെ എന്തായാലും ചിലപ്പോൾ അവർ വ്യക്തമായിട്ട് ഒരു സ്ട്രാറ്റജി കാണും. ചിലപ്പം ആ ഒരു വരുന്ന സമയത്ത് അവർക്ക് സ്കോർ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അവരത് പുറത്തെടുക്കുന്നത് കാണാം. ഇനി അടുത്ത് വരുന്നത് അഭിലാഷിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ അഭിലാഷ് അടിപൊളി ഡാൻസറാണ്. അഭിലാഷ് ഇഷ്ടം പോലെ നമ്മൾ റീൽസ് കണ്ട നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. പിന്നെ ഇതിൽ അവൻ്റെ ഉള്ളിൽ ഇത്രയുള്ള ഫയറിങ് ഉള്ളതെന്ന് ഞാൻ ഈ 2-3 എപ്പിസോഡിൽ നല്ല അധികം ഫയറിങ് ചെയ്ത ഒരു മാനാണ് അഭിലാഷ്. അഭിലാഷിന് സത്യം പറഞ്ഞാൽ ഇതിലൊരു ചാർജായിട്ട് നല്ലൊരു മാനാണ് അഭിലാഷ്. അപ്പോൾ അഭിലാഷിന് ഈ സീസണിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് അഭിലാഷിന് ഞാൻ ഇതുവരെ പറഞ്ഞ ആൾക്കാർ വെച്ച് എനിക്ക് തോന്നിയത് അഭിലാഷാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത് റെന ഫാത്തിമ ഒത്തിരി റീൽസ് ചെയ്യുന്ന, കണ്ടന്റ് വീഡിയോ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന ഒരാൾ മാത്രമാണ് ഫാത്തിമ. ഇനി ബാക്കി കണ്ടറിയാം. ഇനി അടുത്തൊരാള് മുൻഷി രഞ്ജിത്ത്. മുൻഷി നമ്മൾ ഏകദേശം ഒരു 10-15 വർഷം കൊണ്ട് നമ്മൾ ഏഷ്യാനെറ്റ് ചാനൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, കാർട്ടൂൺ ടൈപ്പ് പരിപാടി. അപ്പോൾ അതിൽ ഇത്രയും വർഷം കൊണ്ട് ചെയ്ത ഒരു ആക്ടറാണ് രഞ്ജിത്ത്. പിന്നെ അതല്ലാതെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ 1-2 പുള്ളിയുടെ ഒരു പ്രാങ്ക് കണ്ടിട്ടുണ്ട്. പുള്ളിനെ ഇതേപോലെ പ്രാങ്ക് ചെയ്യണം. അപ്പം അതിലും പുള്ളി സൈലന്റ് ആണെങ്കിലും പുള്ളി എന്താ പറയാ, കനൽ ഇങ്ങനെ ആളെ കത്തുന്നൊരു വലിയൊരു ഫയറാണ്. ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഇതിനു മുമ്പത്തെ പുള്ളിയുടെ സംഭവം കണ്ടിട്ടുള്ളൂ, എനിക്കറിയാം. പുള്ളി ഇതിൽ ഒരിക്കലും പുള്ളിയെ നമുക്ക് വ്യക്തമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പുള്ളി സമയമാകുമ്പോൾ തന്നെ കത്തി കയറും, അതെന്തായാലും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളി ഇതിലുള്ള ഒരു നല്ലൊരു കണ്ടസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ജിസേൽ. ആരാണ് ജിസേൽ? ഇന്റർനാഷണൽ മോഡൽ, കഴിഞ്ഞ ഹിന്ദി സീസണിലെ വൈൽഡ് കാർഡ് എൻട്രി വരെ വന്ന ജിസേൽ. പിന്നെ ഫാമിലി, അമ്മ മലയാളിയാണ്, അച്ഛൻ പഞ്ചാബിയാണ്. പിന്നെന്താ പറയാ, പുള്ളിക്കാരി ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി കുറച്ച് എന്താ പറയാ വേറൊരു ടൈപ്പ് എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പമ്മി നിൽക്കുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ. പക്ഷെ പുള്ളിക്കാരി നല്ല ആക്റ്റീവാണ്. പുള്ളിക്കാരി വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മലയാളി അല്ലെങ്കിൽ പോലും മലയാളം നല്ല അടിപൊളിയായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്നു. ഇപ്പൊ ഇടയ്ക്ക് അനിമോൾ ജിസേലിനുള്ള ഒരു ഇഷ്യൂ നമ്മൾ എപ്പിസോഡ് കണ്ടതാണ്. ആ എപ്പിസോഡിൽ പോലും അനിമോളെ വട്ടം കറക്കി എന്തോ ഒരു ടാസ്ക് ചെയ്ത്, ടാസ്കിൽ ഒരു റൂം വൃത്തിയാക്കുള്ള ടാസ്കിൽ പോലും അനിമോളെടുത്ത് വ്യക്തമായിട്ട് ജിസേൽ അവളെ മറുപടി പറയും. വ്യക്തമായിട്ട് ഒരു രൂപരേഖ, എന്താണ് അവളെന്ന് ഒരു രൂപരേഖ നമുക്ക് വരച്ച് കാണിച്ചു തന്നു. കൊള്ളാം. അപ്പൊ എന്തായാലും നല്ലൊരു സ്ട്രോങ് ലേഡി കണ്ടസ്റ്റന്റാണ് ജിസേൽ. ഇനി അടുത്ത് ഷാരിക. യെസ്, പെൺപുലി എന്ന് പറയും ഷാരിക. ഈ സീസണില് ബിഗ് ബോസിന് മുമ്പ് തന്നെ ഒത്തിരി അധികം പേര് ഈ വരുന്ന ആരൊക്കെ വരും എന്നുള്ളൊരു നോമിനൽ നെസ്റ്റലില് ഈ ഷാരികയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഷാരിക ഇതുവരെ എടുത്തതിൽ നല്ല എന്താ പറയാ, നല്ല സ്ട്രോങ് ഒരു കണ്ടസ്റ്റിംഗ് ആണ്. അതിപ്പോ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എത്രമാത്രം ആർട്ടിസ്റ്റിനെ വെച്ചും വേറെയുള്ള സോഷ്യൽ മീഡിയ ഓരോ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന ഓരോ ഇന്റർവ്യൂ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അവരെയൊക്കെ നിന്ന് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനി പുള്ളിക്കാരി ഇതിലേക്ക് വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി മനസ്സിൽ ഉള്ളിൽ വെച്ചിട്ട് വന്നതാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും യാതൊരു നിമിഷവും എന്താ പറയാ, അണക്കെട്ട് പൊട്ടും പോലത്തെ ഒരു വലിയൊരു ഇത് തന്നെ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും ഷാരികയുടെ കുറച്ച് 1 man ഷോകൾ ഇനിയുള്ള എപ്പിസോഡിൽ കാണാം. ഷാനവാസിനെ പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു വില്ലന്റെ ഒരു എന്താ പറയാ നല്ലൊരു ഫാൻസായി മാറിയാണ് ഞാൻ. ഷാനവാസ് നൊമ്പരപ്പൂ അങ്ങനെ എന്താണ് പേര്. അപ്പം അതിൽ കേട്ട പേര് രുത്തരൻ. അപ്പം ഷാനവാസ് അതിനുശേഷം
പിന്നെ വലിയ രീതിക്ക് ആക്ടിങ് ഒന്നും മാറുന്നു. ഇപ്പോഴും കുറച്ചായിട്ട് ആക്ടിങ് ആയിട്ടുണ്ട്. പക്ഷെ ഷാനവാസ് എന്താ പറയാ, ഷാനവാസ് ഒറ്റയ്ക്ക് കളിക്കാൻ എന്നുള്ള രീതി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഒന്ന് രണ്ട് ടാസ്ക് കണ്ടപ്പോൾ പോലും ഒറ്റയ്ക്ക് ഗെയിം ചേഞ്ച് നടത്താനും ഒറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഷാനവാസിനുണ്ട്. നല്ലൊരു ഗെയിമറാണെന്നും കൂടി മനസ്സിലായി. ഇനി ബാക്കിയുള്ള എപ്പിസോഡ് കാണാം. ഇനി അടുത്ത് നവീൻ. ഈ നവീനെ പറ്റി പറയണമെങ്കിൽ നവീൻ ഡാൻസറാണ്, ഫാഷൻ ഡിസൈനിങ് ആണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ നമ്മളെ പഴയ റിയാസ് ഇല്ലേ, അതേപോലത്തെ ഒരു ആളാണ് നവീൻ. അപ്പം നവീൻ്റെ പൊട്ടിത്തെറികളൊന്നും കാണാൻ പറ്റിയില്ല. നവീനൊരു വേറൊരു ട്രാക്കിൽ കൂടെയാണ് നവീൻ പോണത്. ആ ട്രാക്ക് ഏതാണെന്ന് ഇനി നവീൻ അറിയാൻ പറ്റൂ. നവീനെ പറ്റി ഒരു വ്യക്തമായിട്ടൊരു മാപ്പ് കിട്ടിയിട്ടില്ല. എന്തായാലും ഇത്രയും 100 ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ടൈപ്പ് അല്ല. കാര്യം കുറച്ചും കൂടി കഴിയുമ്പോൾ തന്നെ നവീൻ ഈ ഒരു ആക്ടിവിറ്റി വെച്ചാണ് നവീൻ ഒന്നെങ്കിൽ സ്കിപ്പാകും, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് തന്നെ. ഈ ഗെയിം അതാണല്ലോ, ഫിസിക്കൽ മാത്രമല്ലല്ലോ, ഇമോഷണലും കൂടി നിന്നാൽ മാത്രമേ 100 ദിവസം വിൻ ചെയ്യാൻ പറ്റും. അപ്പം അതിനെ പറ്റിയൊരു എനിക്ക് തോന്നുന്നില്ല നവീൻ. ഇനി അടുത്ത് ശൈത്യ സന്തോഷ്. പുള്ളിക്കാരി അഡ്വക്കേറ്റ് ആണെന്നാണ് ഇതിൽ ഫസ്റ്റ് വന്നത്. പക്ഷെ അതിനു മുമ്പ് ഒത്തിരി നമ്മൾ ഈ വോഡഫോൺ കോമൺസാൻ്റെ ആ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്ത റോളും, പിന്നെ നല്ലപോലെ പാട്ട് പാടുന്ന ഒരു ആളാണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഇതില് വ്യക്തമായിട്ട് ഒന്നും അറിയാൻ പറ്റില്ല. കാര്യം എന്തിലും കൂടുതലായിട്ട് ഇടപെടുന്നില്ല. ഇപ്പൊ 5 ദിവസത്തെ പോലും പുള്ളിക്കാരുടെ കാര്യം നോക്കുന്നു, കൂടിയിരിക്കുന്നു, പോകുന്നു. അല്ലാതെ ഇതിലൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ ഇതിലുള്ള എല്ലാവരും ഈ പൊട്ടിത്തെറിക്കണമെന്നല്ല പറഞ്ഞാൽ, ഇതിനിടയിലുള്ള ഒരു സാഹചര്യം ഒന്നും ഒരുക്കുന്നില്ല. ഇനി അടുത്തതാണ് ആള് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസിന്റെ ബിഗ് ബോസിന്റെ അനൗൺസ് തുടങ്ങി അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ പേരാണ് രേണുസുതി. പക്ഷെ ഒരിക്കലും രേണുസുതി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ രേണുസുതി ഇതിൽ എൻട്രി ആയിട്ടുണ്ട്. രേണുസുതി അന്നപ്പോൾ തന്നെ രേണുസുതി ഒരു ഫയർ ആയിട്ടാണ് ഒരു ഡയലോഗ് എന്താ പഠിച്ചു വെച്ച് പറഞ്ഞ പോലെ, പുഷ്പ താഴൂലട എന്ന് പറഞ്ഞ ഒരു മാസ് ഡയലോഗൊക്കെ ഇതിൽ 2 ദിവസത്തെ മുമ്പുള്ള എപ്പിസോഡ് കണ്ടു. രേണുസുതി പടയെന്നൊരു പൊട്ടുന്ന ടൈപ്പാണ്, തൊട്ട പൊട്ടും. പക്ഷെ ഈ തൊട്ട പൊട്ടുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. ഒരു 2 ദിവസം മുമ്പത്തെ എപ്പിസോഡിൽ തന്നെ അക്ബറോ വേറെ ആരുടത്തോ ആണെന്ന് തോന്നി ഇടിക്കാൻ വേണ്ടി കൈ ഓങ്ങി. അപ്പൊ ഇനിയുള്ള ഇതില് ഇത്രയും പൊട്ടിത്തെറിക്കുന്ന ഒരാളും പിടിച്ചു നിൽക്കാൻ വളരെയധികം പാടായിരിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന തോറും ഭയങ്കരമായിട്ട് മെന്റൽ ഡൗൺ ആവും. പിന്നെ ഇത് മാത്രമല്ല, ഒത്തിരി ടാസ്ക് ഉണ്ട്, എല്ലാത്തിലും നിൽക്കണം. അതുകൊണ്ട് രേണുസുതി എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രേണുസുതി വളരെയധികം ദിവസം നിൽക്കില്ല. സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ്, പക്ഷേ മെന്റൽ പവർ കുറച്ച് ലോ ആണ്. ഇനി അടുത്ത അപ്പാനി ശരത്. അപ്പാനി ശരത്തിനെ പറ്റി വ്യക്തമായിട്ട് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാം, ആക്ടറാണ്. അത് മാത്രമല്ല പുള്ളിക്കാരനെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു 3-4 വർഷം കൊണ്ട് എനിക്ക് അറിയാൻ ചെയ്യാം. അപ്പം പുള്ളിക്കാരുടെ ഒരു മൈൻഡ് എനിക്കെന്ന് വെച്ചാൽ നല്ല വ്യക്തമായിട്ട് അറിയാം. പുള്ളി ഇതിലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ പറയാം, വ്യക്തമായിട്ട് നല്ലൊരു ആശയത്തിൽ തന്നെ വന്നത്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി കുറച്ചൊന്ന് ഹീറ്റ് ആകുമ്പോൾ കയ്യാങ്കളിയിലേക്ക് ചിലപ്പോൾ വരുതി പോവും. കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പം അത് എന്തായാലും ഇതിലുള്ള ഈ ഒരു ബിഗ് ബോസ് റൂൾസ് അനുവദിക്കില്ല. അപ്പം അത് മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രം ഈ 100 ദിവസം പൂർത്തിയാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഗെയിം ചേഞ്ചർ മാത്രമാണ്. അപ്പം എന്തായാലും ഒരു കാര്യം എടുത്ത് പറയാം, ഇതുവരെയുള്ള കാസ്റ്റിംഗിൽ ഈ പറഞ്ഞ ഒരു 4-5 പേര് മാത്രമേ എൻ്റെ എനിക്ക് നല്ലൊരു കണ്ടസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇനിയുള്ള എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. പൊതുവേ ഒരു കാര്യം എടുത്ത് പറഞ്ഞെങ്കിൽ ഈ ഒരു കാസ്റ്റിംഗ്, ഈ ഒരു 7ാമത്തെ ബിഗ് ബോസ് സീസൺ വളരെയധികം കാസ്റ്റിംഗ് പരാജയത്തിനായിട്ടുണ്ട്. ഇനിയുള്ള ഈ വൈൽഡ് കാർഡ് എൻട്രിയിലായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് തന്നെ തോന്നിയിട്ടായിരിക്കും ഇനിയുള്ള കുറച്ചും കൂടി നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്തായാലും ഒരു 4-5 പേരെ ഇനി ഈ വൈൽഡ് കാർഡ് എൻട്രി വരും. അപ്പൊ എന്തായാലും ചിലപ്പം അതായിരിക്കും ഗെയിം ചേഞ്ച് ആയിട്ട് മാറുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള ബാക്കി ഓരോരോ അപ്ഡേഷൻ ആണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.